കർമ്മലിത്ത സഭയുടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ആവിലായിലെ അമ്മ ത്രേസ്യയുടെ നാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ആവിലായിലെ അമ്മ ത്രേസ്യ കർമ്മലിത്ത സഭാ ജീവിതത്തിന് പുതിയ നിർവചനങ്ങൾ നൽകി. അവർ 17 മഠങ്ങൾ ഈ തെരുവോരങ്ങളിലൊക്കെ സ്ഥാപിച്ചു. മഠം സ്ഥാപിക്കുന്നത് ഒരു പ്രതീകമായിരുന്നു. ഈ വഴിയിലൂടെ നടന്ന് അവർ ക്രിസ്തുവിലേക്കുള്ള യഥാർത്ഥ വഴി ചുറ്റുമുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ കാണിച്ച വഴികളിലൂടെ പെർഫെക്ഷൻ്റെ വഴി തേടി ധാരാളം പേരെത്തി. ഇന്ത്യയുടെ കാസറ്റ്, ദ വേ ഓഫ് പെർഫെക്ഷൻ മുതലായ കൃതികളൊക്കെ അവരുടേതാണ്. സ്പാനിഷ് ലിറ്ററേച്ചറിലെ ക്ലാസിക്കുകളാണ് അവയൊക്കെ. പിന്നെ സഭയിലെ ആദ്യത്തെ വനിതാ വേദപാരംഗത, ഡോക്ടർ ഓഫ് ദ ചർച്ച് ആണ് ആവിലായിലെ അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യയ്ക്ക് അതുല്യമായ സ്ഥാനം കത്തോലിക്ക സഭാ ചരിത്രത്തിലുണ്ട്. ചരിത്രം മാറ്റിമറിച്ച അതീവ ധീരയായ, അതീവ വിശുദ്ധിയുള്ള ആ വനിതയുടെ വഴികളിലൂടെ നമുക്കിനി യാത്ര നടത്താം. ഇതൊരു പുണ്യത്തിൻ്റെ യാത്രയാണ്, തിരിച്ചറിവിൻ്റെയും കണ്ടെത്തലിൻ്റെയും യാത്രയാണ്. തോമസ് നദിയുടെ തീരത്തുള്ള അൽബാ ദെ തോമസ് എന്ന സ്പാനിഷ് പ്രോവിൻസിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുക. ഇത് ആവിലായിലെ അമ്മ ത്രേസ്യയുടെ നടവഴിയാണ്. ഇപ്പോൾ അവിടെ ഗോതിക് ശൈലിയിൽ ഉയർത്തപ്പെട്ട അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള ബസിലിക്കയും കാർമലൈറ്റ് കോൺവെൻറ്റും മധ്യകാല ശില്പഭംഗി നിറഞ്ഞു നിൽക്കുന്ന കാസിൽസ് നിറഞ്ഞ തെരുവുകളുമൊക്കെയാണ് ആളുകളെ ഏറെ ആകർഷിക്കുക. അമ്മ ത്രേസ്യ മരിച്ച ഇടത്ത് അവരുടെ തിരുശേഷിപ്പുകൾ ഹൃദയവും കൈയും മറ്റും കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയും ഇവിടെ തന്നെ. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഇല്ലാതാവുന്നു. നമ്മളും ക്രിസ്തുവിന് വേണ്ടി ഓടി നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. ആവിലായിലെ അമ്മ ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു: എന്തിനും ഏതിനും ദൈവം മാത്രം മതി, എല്ലാം കടന്നുപോകും. കടന്നുപോകാത്ത ഒന്ന് ദൈവസ്നേഹം മാത്രം. ദൈവസ്നേഹം മാത്രം മതി നമുക്കെല്ലാമായി തീരുവാൻ. ഇതിലൂടെ നടക്കുമ്പോൾ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ലെറ്റ് നത്തിങ് ഡിസ്റ്റർബ് യു, നത്തിങ് ഫ്രൈറ്റൻസ് യു, ഓൾ തിങ്സ് പാസ്, ഗാഡ് ഡസ് നോട്ട് ചേഞ്ച്, പേഷ്യൻസ് അച്ചീവ്സ് എവറിത്തിങ്. വീണ്ടും അവരുടെ പ്രാർത്ഥനയുണ്ട്: ലോർഡ് ഐദർ ലെറ്റ് മീ സഫർ ഓർ ലെറ്റ് മീ ഡൈ. അമ്മ ത്രേസ്യ പണിത പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുക. അമ്മ ത്രേസ്യ പള്ളിപ്പണി ആരംഭിച്ചപ്പോൾ ആളുകൾ പരിഹാസത്തോട് ചോദിച്ചു: ആവിലായിലെ കൊച്ചു ത്രേസ്യയും തുട്ടു നാണയങ്ങളും ചേർന്നാൽ പള്ളിപ്പണി പൂർത്തിയാവുമോ? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഇല്ല, കൊച്ചു ത്രേസ്യയും കൊച്ചു നാണയങ്ങളും ചേർന്ന് പള്ളിയാവില്ല. പക്ഷെ കൊച്ചു ത്രേസ്യയും കൊച്ചു നാണയങ്ങളും വലിയ ഈശോയും ചേർന്ന് കഴിഞ്ഞാൽ പള്ളിപ്പണി പൂർത്തിയാവും. ആവിലായിലെ അമ്മ ത്രേസ്യ ഒരുക്കിയ അതിസുന്ദരമായ പള്ളിയുടെ മുമ്പിൽ ഞാനിപ്പോൾ വന്നു നിൽക്കുന്നു. ഇതൊരു ഭാഗ്യമാണ്. കർമ്മലീത്ത നവോത്ഥാനത്തിൻ്റെ നായികയുടെ ഓർമ്മകളും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ വന്നു നിന്ന് ആവിലായിലെ അമ്മ ത്രേസ്യയെക്കുറിച്ചും കർമ്മലീത്ത സന്യാസ സഭയെക്കുറിച്ചും സംസാരിക്കാൻ സാധിക്കുക ഒരു ഭാഗ്യമാണ്. മുൻവശത്ത് തന്നെ അതീവ സുന്ദരമായ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ആവിലായിലെ അമ്മ ത്രേസ്യ വിദൂരതയിലേക്ക് കണ്ണും നട്ട് യേശുവിനെ ധ്യാനിച്ചങ്ങനെ നിൽക്കുകയാണ്. പള്ളിയുടെ പടിവാതിൽക്കലാണ് ഞാനിപ്പോൾ. പ്രാർത്ഥനയെക്കുറിച്ച് അമ്മ ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു: ഞാനും ഈശോയും ഒന്നു ചേർന്ന് പിന്നെ ഈശോ മാത്രം നിലനിൽക്കുന്നതാണ് പ്രാർത്ഥന. ചുറ്റിലും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാം അപ്രത്യക്ഷമായി. ഈശോ മാത്രം. സൂഫി സന്യാസികൾ ഇങ്ങനെ പറയും: മിൻഹുൽ പാനി അല്ലാഹു ബാക്കി. എല്ലാം അപ്രത്യക്ഷമായി, ദൈവം മാത്രം നിലകൊള്ളുന്നു. ഈ ഒരവസ്ഥയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം നിറഞ്ഞു നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും ഈശോയുടെ വഴി കണ്ടെത്താൻ പറ്റില്ല, ഈശോ വീടായി തീരാൻ പറ്റില്ല. ആവിലായിലെ അമ്മ ത്രേസ്യ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു: ഈഗോ വെടിയുക, ഈശോയിലേക്ക് തിരികെ വരിക. അമ്മ ത്രേസ്യയുടെ പള്ളിയുടെ പ്രധാന അൾത്താരയ്ക്ക് മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുക.
അമ്മ ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ അൾത്താര പോലെ ആയിരിക്കണം ഓരോരുത്തരുടെയും ഹൃദയം. അവിടെ കർത്താവ് നിറഞ്ഞു നിൽക്കണം, മറ്റെല്ലാം അപ്രത്യക്ഷമാകണം. അപ്രത്യക്ഷമാകലാണ് ആത്മീയത എന്ന് പറയുന്നത്. വെൻ യു ഡിസപ്പിയർ, ഗോഡ് അപ്പിയേഴ്സ്. നീ അപ്രത്യക്ഷമാകുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ഈ ആൾത്താരയ്ക്ക് വലിയ സൗന്ദര്യമുണ്ട്. വളരെ ലാളിത്യമാർന്ന എന്നാൽ അഴകുള്ള ഒരു അൾത്താര. അമ്മ ത്രേസ്യയുടെ അതിസുന്ദരമായ ഒരു തിരുസ്വരൂപത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ. അമ്മ ത്രേസ്യ ജനിച്ചു വളർന്ന വീട് തന്നെയാണ് അവർ പള്ളിയാക്കി മാറ്റിയത്. അവരുടെ സർവ സ്വത്തുക്കളും ദാനം ചെയ്താണ് അവർ പള്ളി പണി ആരംഭിക്കുന്നത്. പള്ളിയിലൂടെ പണമുണ്ടാക്കാനല്ല, പണമെല്ലാം പള്ളിക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും ചെലവഴിക്കാനാണ് അവരെ പോലുള്ള വിശുദ്ധർ പഠിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ എല്ലാം വെടിഞ്ഞ് എല്ലാം നേടിയ മഹത് വനിതയുടെ ഓർമ്മകൾ നമ്മിൽ വന്ന് നിറയുമ്പോൾ എന്തൊക്കെയോ നേടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഓടി ഓടി നേടി കൈവശം വെക്കുന്ന ഒന്നും സ്വന്തമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ആവിലെ പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്നു നിൽക്കുന്നു. യൂറോപ്പിലെ പള്ളികളിലെ തിരുസ്വരൂപങ്ങൾക്ക് എന്തൊരു ഭംഗിയാണ്. ജീവൻ തുടിച്ചു നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് ചൈതന്യം, അത്രയ്ക്ക് തേജസ്, അത്രയ്ക്ക് ആകർഷണീയത. ഇത്തരമൊരു തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുമ്പോൾ ദൈവികമായ ആനന്ദം ഉള്ളിൽ വന്ന് നിറയാതിരിക്കുന്ന എങ്ങനെയാണ്? അമ്മ ത്രേസ്യ കുഞ്ഞായിരിക്കുമ്പോൾ സഹോദരനോടൊപ്പം ഓടിക്കളിച്ചിരുന്ന ഇടനാഴിയാണത്. അവരുടെ കൊട്ടാര സദൃശമായ വീടാണ് പള്ളിയാക്കി മാറ്റിയത്. എത്ര ഭംഗിയായിട്ട് ആ പച്ചപ്പും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കുക. ഒരാൾ ആകാശത്ത് സ്വപ്നം കണ്ടു തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. ആകാശത്തോളം ഹൃദയം വിശാലമാക്കാൻ പഠിച്ചതും ഇവിടെ വെച്ചായിരിക്കണം. പിന്നെ അനേകർക്ക് പറന്നുയരാനുള്ള ക്രിസ്തുവിൻ്റെ ആകാശമായി ആ വ്യക്തി രൂപാന്തരപ്പെട്ടതും ഇവിടെ വെച്ച് തന്നെയായിരിക്കണം. വീടാണല്ലോ ഒരാളുടെ ആദ്യത്തെ പള്ളി. ആ പള്ളിയിൽ നിന്നാണ് ഒരാൾ പള്ളിയാകാൻ സ്വപ്നം കാണുന്നതും പള്ളി പോലെയായി രൂപാന്തരപ്പെടുന്നതും. ആ വിലയിലെ പുണ്യവഴികളിലൂടെ നടക്കുമ്പോൾ പുണ്യം നിറഞ്ഞ കുറേ മലയാളി കന്യാസ്ത്രീകളെ കാണുവാൻ സാധിച്ചു. അതുമൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഓർഡർ ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ഈ സന്യാസ സഭാംഗങ്ങളാണ് ഈ സിസ്റ്റേഴ്സ്. ഇവരുടെ നിറസാന്നിധ്യം തീർച്ചയായിട്ടും ഇവിടെ അനുഗ്രഹം നിറക്കുന്നുണ്ടാകാം. മലയാളികളെയും മലയാളത്തെയും ഓർത്തുകൊണ്ട് യാത്ര തുടരുന്നു. അമ്മ ത്രേസ്യയുടെ തിരുശേഷിപ്പുകളുടെ കപ്പേളയാണിത്. ഒരാൾ ദൈവത്തിൻ്റെ തിരുശേഷിപ്പായിട്ട് മാറണമെന്നാണല്ലോ ദൈവിക നിയോഗം. വിശുദ്ധർ കാണിച്ചെന്ന വഴികളിലൂടെ ദൈവത്തിൻ്റെ അടയാളങ്ങളായി, അടയാളപ്പെടുത്തലുകളായി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഹൃദയത്തോടൊപ്പം ചേർക്കേണ്ടത്. തിരുശേഷിപ്പുകളാകണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിലെ അവശേഷിപ്പുകൾ അഴുക്കും അഹങ്കാരവും ആർത്തിയും ആകരുത്. അതെല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം ഉള്ളിൽ നിറക്കണം. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അമ്മ ത്രേസ്യയുടെ ആത്മകഥയും അവരുടെ ഗ്രന്ഥങ്ങളും സ്പാനിഷ് ഭാഷയിലെ ക്ലാസിക്കുകളാണ്. ലോക സാഹിത്യത്തിൽ തന്നെ ഒരു കന്യാസ്ത്രീയുടെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് ഇവരുടെ പുസ്തകങ്ങൾ. അമ്മ ത്രേസ്യയുടെ ഇപ്പോൾ ലഭ്യമായ വെങ്കല പ്രതിമ ഇതാണ്. ആവിലയിലെ അമ്മ ത്രേസ്യ ജീവിച്ചു മരിച്ച ലളിതമായ മുറി. ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി ആനന്ദാനുഭൂതിയിൽ ലയിച്ച് അമ്മ ത്രേസ്യ പറഞ്ഞു, ദിവ്യമണവാള, ഇപ്പോൾ സമയമായിരിക്കുന്നു. അവസാനം നമ്മൾ പരസ്പരം കണ്ടുമുട്ടുകയാണ്. 1582 ഒക്ടോബർ 4 വിശുദ്ധ
മരിക്കുന്നത്. മരിക്കുന്ന നേരത്ത് അങ്ങേയറ്റം സന്തോഷവതിയായി അവർ കാണപ്പെട്ടു. കാരണം ദിവ്യ മണവാളനുമായുള്ള ഒരു സംഗമത്തിന് വേണ്ടിയാണല്ലോ അവർ കൂടുവിട്ട് കൂടെയേറുന്നത്. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്നും അതീവ ഹൃദ്യമായ സുഗന്ധം എങ്ങും പരന്നു എന്ന് അവരുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് 1914 അവരുടെ കല്ലറ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേ സുഗന്ധം വമിപ്പിക്കുന്ന അഴുകാത്ത അവരുടെ അഴകുള്ള ശരീരം അവിടെ കാണപ്പെട്ടു. 2024 ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കല്ലറ തുറന്നപ്പോൾ 1914 പോലെ ഇൻകറപ്റ്റായി അഴുകാത്ത വിധത്തിൽ ശരീരം അവിടെ കാണപ്പെട്ടു. 2025 വിദഗ്ധരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ ഒരു സംഘം ഈ ഭൗതിക ശരീരത്തിന്മേൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവരുടെ അനാലിസിസ് റിപ്പോർട്ട് വത്തിക്കാന് കൈമാറുകയും ചെയ്തു. പുറത്തുനിന്നും യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും ചേർക്കപ്പെടാതെ അതിസ്വാഭാവികമായ വിധത്തിൽ ഈ ശരീരം ഇൻകറപ്റ്റായി അഴുകാത്ത വിധത്തിൽ നിലകൊള്ളുകയാണെന്നും അത് ശാസ്ത്രത്തിന് അതീതമായ കാര്യമാണെന്നും ഈ സയൻറ്റിഫിക് റിപ്പോർട്ട് വ്യക്തമാക്കി. അത്ഭുതകരമായ സ്നേഹത്തോടെ ജീവിച്ച ഒരു ദൈവ വനിതയുടെ ഇടത്തു നിന്നും നമ്മൾ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂടാരത്തിലേക്ക് യാത്രയാവുകയാണ്, ലൂർദിലേക്ക്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അത്ഭുതകരമായി എൻ്റെ ഹൃദയത്തെ മാറ്റിയ കുറേ അനുഭവങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾക്കും ഈ യാത്രയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അത്ഭുതങ്ങളുടെ തീർത്ഥഘട്ടത്തിലേക്ക്, ലൂർദിലേക്ക് യാത്രയാവാം. വരിക.